ആൻഡ് കിക്ക് ഓഫ് സിറ്റി ക്ലബ് ചാലക്കുടിയും അതുപോലെ തന്നെ ഗോകുലം കേരള FC തമ്മിലുള്ള വാശിയേറിയ മാച്ച് നമ്പർ 16 ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ സ്വാഗതം ചെയ്യുകയാണ്. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ നിങ്ങൾക്കൊപ്പം. അത്യാവശ്യം മുന്നിലേക്ക് ഓടി ഇറങ്ങി വരുന്നുണ്ട് ഓരോ തവണയും ആ ഒരു റൈറ്റ് ഫ്ലാങ്കിലെ കോർണർ ഉത്തരവാദിത്വം ദുർഗയ്ക്കാണ്. നല്ല ഒന്നാം തരം ഒരു ഡെലിവറി, ഇവിടെ ക്രോസ് ബാറിനെ പരീക്ഷിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച കാണുന്നു. വീണ്ടും എക്സലന്റ് ഡെലിവറി വൺസ് അഗൈൻ. വുഡ് വർക്കിനെ 2 തവണ കണ്ടിന്യൂസ് ആയി പരീക്ഷിച്ചുകൊണ്ടാണ് ഗോകുലം കേരളയുടെ ആ ഒരു മുന്നേറ്റം പോകുന്നത്. ദുർഗയുടെ ആ കോർണർ കാണുക, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ കോർണർ എടുത്തു. ആൻഡ് ഹെഡർ നടത്തിയത് അലക്സിബ സാംസൺ ആണ്. അലക്സിബയുടെ നല്ല ഒന്നാം തരം ഒരു ഹെഡർ. അതിനുശേഷം ആ സെക്കൻഡ് ബോൾ റീബൗണ്ട് പിടിച്ചെടുത്ത് ദയ ആ ഗെയിം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മനോഹരമായ ഒരു ഫോർവേഡ് ബോൾ. ഈസി പാസിംഗ് ഓപ്ഷൻ ഉണ്ട് റൈറ്റ് നോ. അവിടെ പെനാൽറ്റി ഏരിയക്ക് അകത്തേക്ക് ഫസ്റ്റ് ടൈം വീണ്ടും കടന്നു കയറുകയാണ് എന്തായാലും സിറ്റി ക്ലബ് ചാലക്കുടി. ഗോൾ കീപ്പറുടെ കൃത്യമായ ഒരു ക്യാച്ച് അവിടെ അഞ്ജിതയ്ക്ക് ആദ്യമായി ചെറുതായി ഒരു പരീക്ഷണം നേരിടുകയാണ്. ഡീസന്റ് ഡെലിവറി അവിടെ. ദർശിനി മനസ റൈറ്റ് വിംഗിലേക്ക്, വീണ്ടും ദർശിനിയിലേക്ക്. പെനാൽറ്റി ഏരിയയിൽ ദർശിനിയുടെ ഷോട്ട് വരുന്നു. That's ഗോകുലം കേരള FC for you. ദർശിനിയുടെ മനോഹരമായ ഒരു ഷോട്ട്. സൂപ്പർ സബായി കളിക്കളത്തിലേക്ക് കടന്നു വന്ന് ദർശിനിയുടെ ഒരെണ്ണം പറഞ്ഞ ഷോട്ട് ഈ മത്സരത്തിലെ ആദ്യ ഗോൾ കൊണ്ടുവരുന്നു ഗോകുലം കേരള FC-ക്ക്. റൈറ്റ് വിംഗിൽ നിന്ന് നല്ല ഒന്നാം തരം ഒരു മുന്നേറ്റം അവിടെ ഡിസൈൻ ചെയ്യുകയും അത്ര നേരം ഡിഫൻസീവ് ലൈനിൽ നിന്ന് കാര്യമായി പിടിച്ചു നിന്നതിന് ശേഷം ഒന്ന് പുറകോട്ട് പോവുകയും ചെയ്യുന്നു എന്തായാലും സിറ്റി ക്ലബ് ചാലക്കുടി. അവിടെ ഗോൾ കീപ്പർക്കും അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിനും കാര്യമായി ഒന്നും. പ്രിയങ്കയും അതുപോലെ തന്നെ ജെസ്സിയും ഫോർവേഡ് ലൈനിൽ ലോൺ 2 സ്ട്രൈക്കേഴ്സായി അങ്ങനെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വൺസ് അഗൈൻ. അങ്ങനെ ആ 2 പേര് ഫോർവേഡ് ലൈനിൽ ഒരേ രീതിയിൽ തന്നെ മുന്നിലേക്ക് ഓടി നിൽക്കേണ്ടതാണ് എങ്കിൽ കൂടി ഡിഫൻസീവ് ലൈനിലേക്ക് അവരുടെ കോൺസെൻട്രേഷൻ കുറച്ചൊന്ന് മാറി പോകുന്നതായി കാണുന്നു. കാരണം ഒരു ഡിഫൻസീവ് ലൈനിൽ ഇതായിരുന്നു ഒരു ഷോട്ട്. ചെറിയ രീതിയിൽ വീണ്ടും വുഡ് വർക്കിനെ പരീക്ഷിച്ചുകൊണ്ടാണ് ഗോകുലം കേരളയുടെ മറ്റൊരു അറ്റംപ്റ്റ് പുറത്തേക്ക് പോകുന്നത്. നല്ലൊരു പന്ത്, അത് കൃത്യമായി കൺവേർട്ട് ചെയ്യാൻ നല്ലൊരു താരം. വി നീഡ് ദാറ്റ് റൈറ്റ് നൗ. നിരാശപ്പെടുത്തി കളഞ്ഞു ആ ഒരു മുന്നേറ്റം. ആ ഒരു ഷോട്ട് വഴി ഓൾമോസ്റ്റ് ഈ ഒരു മത്സരത്തിന്റെ അവസാനമാകുന്നു. 1-0 എന്ന സ്കോർ നിലയിൽ ഗോകുലം കേരള FC സിറ്റി ക്ലബ്ബ് ചാലക്കുടിക്കെതിരെ ഈ ഒരു മത്സരം അങ്ങനെ തന്നെ സീൽ ചെയ്യുന്ന ഒരു മൊമെന്റിലേക്ക് എത്തുന്നു.